ഇതേപോലുള്ള തുണിക്കഷ്ണങ്ങൾ നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും. ചുരിദാർ തയ്ച്ചതിൻ്റെ ബാലൻസോ ഷോളിൻ്റെ ബാലൻസോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്കിന്നൊരു ഹെയർ ബോ ഉണ്ടാക്കാം. 6-4 ഇഞ്ച് വീതിയിലും നീളത്തിലുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 6 ഇഞ്ച് വീതിയുള്ള സ്ഥലം ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ട് നമുക്ക് എഡ്ജ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു വശത്ത് മാത്രം ഇതേപോലെ പകുതി സ്റ്റിച്ച് ചെയ്താൽ മതി. ഡബിൾ അടി പഠിച്ചോട്ടാ. ഇനി ഇതേപോലെ കോർണർ എല്ലാവരും കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുന്ന സമയത്ത് ഇതിൻ്റെ കോർണറൊക്കെ ഒരു കത്രിക കൊണ്ടോ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ടോ നന്നായിട്ട് ഷാർപ്പാക്കി കൊടുക്കണം. എന്നാലേ ഉണ്ടാക്കുന്ന ബോക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ അടിക്കാൻ വിട്ടുപോയിട്ടുള്ളൊരു ഭാഗമില്ലേ, അതിപ്പോൾ തുറന്നിരിക്കുകയുള്ളൂ. അതിൻ്റെ സൈഡിലുള്ള തുണിയൊക്കെ ഇതേപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്ക് 4 വശവും നല്ല വൃത്തിയായിട്ട് അടിച്ചെടുക്കണം. ഞാനിവിടെ സെയിം കളറിലെ നൂലാണ് ഇടുന്നത്. വേണമെന്നുണ്ടെങ്കിൽ വേറൊരു കളറിൽ അതിന് സിക്സാഗൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഇനി നീളം കൂടുതലുള്ള വശം ഇതേപോലെ രണ്ടാക്കി മടക്കണം. 4 ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ വശമാണ് നമ്മൾ രണ്ടാക്കി മടക്കേണ്ടത്. അത് ചോക്കും കൊണ്ടൊന്ന് ചെറുതായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. മടക്കുകൾ കൂടുന്നതനുസരിച്ച് ബോ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ചെറിയൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം. ഇതിൻ്റെ ഈ എഡ്ജ് ഭാഗം ഇതേപോലെ അപ്പുറത്തെ സൈഡിലേക്ക് ഇരിക്കരുത്, ഫ്രണ്ട് സൈഡിലേക്ക് തന്നെ മടക്കി വെക്കണം. ചെറിയ ചെറിയ ഞെറിവുകളുമാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാനൊരു പ്രത്യേക ഭംഗിയായിരിക്കുള്ളൂ. ഇനി സൂചി കൊണ്ട് ഇതേപോലെ ആ ഞെറിവുകളൊക്കെ നല്ല രീതിയിലൊന്ന് തുന്നിക്കൊടുക്കണം. ചെറിയ ബോ ആയതുകൊണ്ട് ഇത് മെഷീനിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. തുന്നിയെടുക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ തുന്നിയെടുക്കാൻ പറഞ്ഞത്. ഇനി ഇതേപോലെ ചെറിയൊരു പീസ് എടുക്കുക. ഇത് മടക്കുന്നതൊന്ന് ശ്രദ്ധിച്ചോട്ടെ. 2 എഡ്ജും ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം കണ്ടില്ല, എഡ്ജ് കാണാത്ത രൂപത്തിലാണ് ഞാനിവിടെ മടക്കി വെച്ചേക്കുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ തന്നെ എടുത്താൽ മതി. പിന്നെ ബാക്കിൽ വരുന്ന ഇതേപോലെ എക്സ്ട്രാ നമുക്ക് ഇതേപോലെ ഒരു 4 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ട് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം അതിൻ്റെ എഡ്ജ് ഞാൻ ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് തുന്നി കൊടുക്കുന്നുണ്ട്. മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയരുത്. ഇതെല്ലാം നമുക്ക് സൂചിയും നൂലും വെച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. എൻ്റെ അല്ല, വേറെ വല്ലവരുടെയാണ്. ആരെ കണ്ടാലും മതിയല്ലോ, നിങ്ങൾക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതേ ബോ റെഡി ആയിട്ടുണ്ട്. ഇനി തലയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള ടിക് ടാക്ക് ക്ലിപ്പ് ഉണ്ടല്ലോ, എൻ്റെ അടുത്തിരിക്കുന്നത് ഒരു പഴയ ക്ലിപ്പായിരുന്നു, തുരുമ്പെടുത്തതാണ്, ഞാനത് വൃത്തിയാക്കി എടുത്താണ്. അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതേപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇനിയിപ്പോൾ നമുക്കിത് തലയിൽ വയ്ക്കാൻ സുഖമാണല്ലോ. ഞാനിവിടെ ഭംഗിക്ക് വേണ്ടിയിട്ട് 2-3 മുത്തുകളും വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഈ ഒരു ലെയർ മുത്ത് മാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ മുത്തുകൾ സൈഡിലൊക്കെ വെച്ച് പിടിപ്പിക്കാം കേട്ടോ, കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. വളരെ സിമ്പിൾ ആൻഡ് ഈസി ഹെയർ ബാൻഡ്. ആ ഒരു തുണിക്കഷ്ണം കൊണ്ട് നമ്മളിവിടെ റെഡിയാക്കിയില്ലേന്നൊക്കെ. ചുരിദാറിന് മാച്ചിങ് ആയിട്ടുള്ള ഹെയർ ബാൻഡ് ഇനി മുതൽ നമുക്ക് ചടപടയെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ.